പശ്ചിമേഷ്യയിലെ കരുത്തരായ ഇറാനും ലോകശക്തിയായ അമേരിക്കൻ തമ്മിലുള്ള ശീതയുദ്ധം പുതിയ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. മറ്റ് രാജ്യങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാനും നിർദ്ദേശങ്ങൾ നൽകാനുമുള്ള അമേരിക്കയുടെ കാലം കഴിഞ്ഞുവെന്ന ഇറാൻ പ്രതിരോധ മന്ത്രാലയ വക്താവ് റസാ തലൈനീക്കിന്റെ പ്രസ്താവന കേവലം ഒരു രാഷ്ട്രീയ പ്രസംഗമല്ല, മറിച്ച് മാറുന്ന ലോകക്രമത്തിന്റെ സൂചനയാണ്. ഹോർമുസ് കടലിടുക്കിലെ സൈനിക സാന്നിധ്യത്തെക്കുറിച്ചും വാണിജ്യ നിയന്ത്രണങ്ങളെക്കുറിച്ചും അമേരിക്ക മുന്നോട്ട് വെച്ച പുതിയ നിർദ്ദേശങ്ങളെ ഇറാൻ തള്ളിക്കളഞ്ഞത് ആഗോള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകരാഷ്ട്രങ്ങളുടെ പോലീസുകാരനായി സ്വയം അവരോധിച്ച അമേരിക്കയുടെ നയങ്ങൾ ഇന്ന് വലിയ വെല്ലുവിളികൾ നേരിടുകയാണ്. പശ്ചിമേഷ്യയിൽ ഇസ്രയേലിനെ മുൻനിർത്തി അമേരിക്ക നടത്തുന്ന നീക്കങ്ങൾക്ക് തടയിടുക എന്നതാണ് ഇറാന്റെ പ്രധാന ലക്ഷ്യം. അമേരിക്ക തങ്ങളുടെ നിയമവിരുദ്ധമായ ആവശ്യങ്ങളിൽ നിന്നും പിന്മാറണമെന്നും പരമാധികാരമുള്ള രാഷ്ട്രങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ വാഷിംഗ്ടണിന് അധികാരമില്ലെന്നും ഇറാൻ വ്യക്തമാക്കുന്നു. ഷാങ്ഹായ് കോ ഓപ്പറേഷൻ ഓർഗനൈസേഷനിലെ പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിന് മുന്നോടിയായാണ് ഇറാൻ ഈ നിലപാട് കടുപ്പിച്ചത്. റഷ്യയും ചൈനയും പ്രധാന പങ്കാളികളായി ഈ സംഘടനയിൽ അംഗത്വം നേടിയതോടെ അമേരിക്കയുടെ സാമ്പത്തിക സൈനിക ഉപരോധങ്ങളെ ഫലപ്രദമായി നേരിടാൻ കഴിയുമെന്ന ആത്മവിശ്വാസം ഇറാന് കൈവന്നിട്ടുണ്ട്. ലോകത്തെ ക്രൂഡ് ഓയിൽ വിതരണത്തിന്റെ ഏകദേശം 1/3 കടന്നു പോകുന്ന തന്ത്രപ്രധാനമായ പാതയാണ് ഹോർമുസ് കടലിടുക്ക്. ഒമാനും ഇറാന്റെ തീരപ്രദേശത്തിനും ഇടയിലുള്ള ഈ ഇടുങ്ങിയ ജലപാതയെ നിയന്ത്രിക്കാൻ കഴിയുന്നവർക്ക് ആഗോള സമ്പദ് വ്യവസ്ഥയുടെ കടിഞ്ഞാൺ ലഭിക്കും. മുൻപ് ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ഇറാനെതിരെ നടത്തിയ സംയുക്ത ആക്രമണത്തെ തുടർന്ന് ഇറാൻ ഈ കടലിടുക്ക് ഭാഗികമായി അടച്ചിരുന്നു. ഇത് ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരാനും വൻശക്തി രാജ്യങ്ങളിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകാനും കാരണമായി. ഈ അനുഭവം ഇറാന് സമാധാന ചർച്ചകളിൽ വലിയൊരു വിലപേശൽ ശേഷി നൽകിയിട്ടുമുണ്ട്. ഇന്ന് ലോകത്തിന് ഇറാന്റെ എണ്ണ മാത്രമല്ല, ഈ ജലപാതയുടെ സുഗമമായ പ്രവർത്തനവും അത്യന്താപേക്ഷിതമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകാലം ഇറാനുമായുള്ള ബന്ധം ചരിത്രത്തിലെ ഏറ്റവും മോശം അവസ്ഥയിൽ എത്തിച്ചു. 2015 ആണവ കരാറിൽ നിന്നും അമേരിക്ക ഏകപക്ഷീയമായി പിന്മാറിയതും ഇറാനുമേൽ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയതും സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കി. പാകിസ്ഥാൻ മധ്യസ്ഥതയിൽ കഴിഞ്ഞ ഏപ്രിലിൽ നടന്ന സമാധാന ചർച്ചകൾ പരാജയപ്പെടാൻ പ്രധാന കാരണം ട്രംപിന്റെ കടുംപിടുത്തമായിരുന്നു. ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതി പൂർണ്ണമായും ഉപേക്ഷിക്കണമെന്നും മിസൈൽ പരീക്ഷണങ്ങൾ നിർത്തണമെന്നുമാണ് ട്രംപിന്റെ ആവശ്യം. എന്നാൽ ആത്മരക്ഷയ്ക്കായി തങ്ങൾ വികസിപ്പിച്ചെടുത്ത പ്രതിരോധ സംവിധാനങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാൻ ഇറാൻ തയ്യാറല്ല. അമേരിക്കയുമായി നേരിട്ട് സംസാരിക്കുന്നതിന് പകരം അയൽരാജ്യമായ പാകിസ്ഥാൻ വഴിയാണ് ഇറാൻ പലപ്പോഴും സന്ദേശങ്ങൾ കൈമാറുന്നത്. ആണവ പദ്ധതിയിൽ വിട്ടുവീഴ്ച ചെയ്യാതെ തന്നെ ഹോർമുസ് കടലിടുക്ക് അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിനായി തുറന്നു നൽകാൻ സന്നദ്ധമാണെന്ന് ഇറാൻ അറിയിച്ചിരുന്നു. എന്നാൽ മാക്സിമം പ്രഷർ എന്ന നയം പിന്തുടർന്ന് ട്രംപ് ഭരണകൂടം ഇത് തള്ളിക്കളയുകയായിരുന്നു. ഇറാൻ തുറമുഖങ്ങളിലേക്ക് വരുന്ന കപ്പലുകളെ തടയാൻ അമേരിക്കൻ നാവികസേന ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം ഇപ്പോഴും തുടരുന്നത് മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ് നൽകുന്നത്. ഇറാന്റെ പുതിയ നിലപാടിൽ ഏറ്റവും ശ്രദ്ധേയം പ്രതിരോധ സാങ്കേതിക വിദ്യ മറ്റ് രാജ്യങ്ങളുമായി പങ്കുവയ്ക്കാനുള്ള അവരുടെ സന്നദ്ധതയാണ്. പ്രത്യേകിച്ചും എസ്സിഒ അംഗരാജ്യങ്ങളായ റഷ്യ, ചൈന, ഇന്ത്യ, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളുമായി സഹകരിക്കാൻ ഇറാൻ തയ്യാറാണ്. ഇത് പശ്ചിമേഷ്യയിൽ പുതിയൊരു സൈനിക സഖ്യം രൂപപ്പെടാൻ കാരണമായേക്കാം. ഡ്രോൺ സാങ്കേതിക വിദ്യയും മിസൈൽ വിദ്യയും ഇറാൻ കൈവരിച്ച പുരോഗതി ഇതിനോടകം തന്നെ ലോകം ശ്രദ്ധിച്ചതാണ്. അമേരിക്കൻ ഡ്രോണുകളെ തകർക്കാനും തദ്ദേശീയമായി അത്യാധുനിക ആയുധങ്ങൾ നിർമ്മിക്കാനും തങ്ങൾക്ക് കഴിയുമെന്ന് ഇറാൻ തെളിയിച്ചു കഴിഞ്ഞു. സാങ്കേതിക കൈമാറ്റത്തിലൂടെ ഏഷ്യൻ രാജ്യങ്ങളുടെ ഒരു പ്രതിരോധ മതിൽ നിർമ്മിക്കാനാണ് ഇറാൻ വക്താവ് ആഹ്വാനം ചെയ്യുന്നത്. അമേരിക്കയുടെ പശ്ചിമേഷ്യൻ നയങ്ങൾ പൂർണ്ണമായും ഇസ്രയേലിന്റെ സുരക്ഷയെ മുൻനിർത്തിയുള്ളതാണ്. ഇറാന്റെ ആണവ പദ്ധതിയെ ഇസ്രയേൽ വലിയൊരു ഭീഷണിയായി കാണുന്നു. എന്നാൽ പശ്ചിമേഷ്യയുടെ സുരക്ഷ ഈ മേഖലയിലുള്ള രാജ്യങ്ങളെ തന്നെ കൈകാര്യം ചെയ്യണമെന്നും വിദേശ ശക്തികളുടെ സാന്നിധ്യം ഒഴിവാക്കണമെന്നുമാണ് ഇറാന്റെ പക്ഷം. ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ഇറാനെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഇറാൻ സൗദി അറേബ്യയുമായി ബന്ധം മെച്ചപ്പെടുത്താനും റഷ്യയുമായി കൂടുതൽ അടുക്കാനും ശ്രമിക്കുന്നത് അമേരിക്കയുടെ പദ്ധതികളെ തകിടം മറിക്കുന്നു. ഇറാൻ പ്രതിരോധ മന്ത്രാലയ വക്താവിന്റെ വാക്കുകൾ വ്യക്തമാക്കുന്നത് ലോകം ഒരു ഒറ്റധ്രുവ രാഷ്ട്രത്തിന് കീഴിലല്ല എന്നാണ്. അമേരിക്കയുടെ സാമ്പത്തിക ഉപരോധങ്ങളെ മറികടക്കാൻ ഇതര മാർഗങ്ങൾ ഇറാൻ കണ്ടെത്തിയിരിക്കുന്നു. ഹോർമുസ് കടലിടുക്കിലെ ഇറാന്റെ നിയന്ത്രണം ഒരു യാഥാർത്ഥ്യമാണ്. അത് അംഗീകരിക്കാതെ മുന്നോട്ട് പോകുന്നത് ആഗോള സാമ്പത്തിക ഭദ്രതയെ ദോഷകരമായി ബാധിക്കും. ട്രംപിന്റെ കർശന നിലപാടുകളും അമേരിക്കയുടെ നാവിക ഉപരോധം തുടരുന്നിടത്തോളം കാലം പശ്ചിമേഷ്യയിൽ ഒരു യുദ്ധസമാന സാഹചര്യം നിലനിൽക്കും. എന്നാൽ സ്വന്തം പരമാധികാരത്തിലും ആണവ അവകാശങ്ങളിലും വിട്ടുവീഴ്ച ചെയ്യാതെ തന്നെ ചർച്ചകൾക്ക് തയ്യാറാണെന്ന് പ്രഖ്യാപിക്കുന്നതിലൂടെ നയതന്ത്രപരമായ മുൻതൂക്കം നേടാൻ ഇറാന് സാധിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഷാങ്ഹായ് കോ ഓപ്പറേഷൻ ഓർഗനൈസേഷന്റെ യോഗത്തിൽ ഇറാൻ സ്വീകരിക്കുന്ന തീരുമാനങ്ങൾ ലോക രാഷ്ട്രീയത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ നിർണായകമാകും.